നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ. ആൾക്കാരൊക്കെ തന്നെ എന്ത് ജീവിതത്തിലെ ടഫായിട്ടുള്ള സിറ്റുവേഷനെയും അവരെ വിളിക്കുന്ന പേരായി ഡിപ്രഷൻ മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഡിപ്രഷനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ, സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫ്രസ്ട്രേഷൻസ്, ടെൻഷൻസ്, സ്ട്രെസ്സസ്, ഡിസപ്പോയിൻമെന്റ്സ്, ഇതിനെയൊക്കെ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിപ്രഷന് അതിൻ്റെതായ ചില ക്രൈറ്റീരിയകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് മൂഡ് ഡിപ്രസ്ഡ് ആവുക എന്നുള്ളതാണ്. ഡിപ്രസ്ഡ് മൂഡ് എന്ന് പറയും. അതായത് നമുക്കൊരു നോർമൽ കണ്ടീഷനിൽ ഒരു നോർമലി ഉള്ള ഒരു മൂഡ് നമുക്കുണ്ടാവും. അതിൽ നിന്ന് താഴേക്ക് വരുന്ന അവസ്ഥയാണ് നമ്മൾ ആക്ച്വലി ഡിപ്രസ്ഡ് മൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫെറ്റീഗ്, നമുക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടും. മൂന്നാമത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് എന്ത് ചെയ്താലും ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ഒരു ഇൻട്രസ്റ്റോ ഇല്ലാത്ത അവസ്ഥയാണ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥ രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിന്, നമ്മുടെ സോഷ്യൽ ഫങ്ഷനിങ്ങിന്, ഫാമിലി ഫങ്ഷനിങ്ങിന്, ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ അക്കാഡമിക് ഫങ്ഷനിങ്ങിന് സാരമായി ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫെയിലുവേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളോ നിരാശയോ അതൊന്നും തന്നെ ഒരിക്കലും ഡിപ്രഷനായിട്ട്, അതൊരു ഗ്രീഫായി മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയൂ. ഒരിക്കലും ഡിപ്രഷൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂഡ് ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ പക്ഷെ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അക്കാഡമിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ എൻഗേജ്ഡ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒന്നും തന്നെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പല ആൾക്കാരും അവരെ തന്നെ വിക്ടിമൈസ് ചെയ്യാനും മറ്റുള്ളവരിൽ നിന്നൊരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റ് എയിം ചെയ്തുകൊണ്ട് പലരും ഡിപ്രഷൻ ആണ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതായി കാണുന്നു. അതൊരിക്കലും ശരിയായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ തന്നെ വോളണ്ടറി ആയിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും വില്ലിങ്നെസ്സോടുകൂടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ത്രിൽഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.